ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണേ. രാവിലെ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 3 ദിവസത്തെ യാത്രയാണ് ഉദ്ദേശം. നേരെ മാമലക്കണ്ടം ആ കാട്ടിലൂടെ യാത്ര ചെയ്ത് മൂന്നാർ എത്തുക. മൂന്നാറിൽ നിന്ന് വാഗമൺ പോവുക. കറങ്ങിത്തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 365 കിലോമീറ്ററോളം വരും. പണ്ടത്തെ പോലെ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം വിജയിച്ചാൽ ഇതിലും കുറച്ച് ദൂരമൊക്കെ പിടിക്കാം. ഒരു ലഡാക്ക എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടിയുള്ള യാത്രയാണിത്. ഈ മാമലക്കണ്ടത്തേക്ക് വരുന്ന വഴിയാണ് തട്ടേക്കാടും ഭൂതത്താൻകെട്ടുമൊക്കെ. ഞാൻ അവിടെ ഒന്നും കയറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയും ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കണ്ട് മാമലക്കണ്ടത്തെത്താം. കൊടുങ്കാട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയുടെ തുടക്കത്തിൽ വഴിയരികിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉൾക്കാടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനുഷ്യനില്ല. റോഡിൽ ഞാനും വണ്ടിയും മാത്രം. അതിൻ്റെ നല്ലൊരു പേടി മനസ്സിലുണ്ട്. അത് വെച്ചിട്ടുള്ള യാത്രയാണ്. ഉള്ള കാര്യം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വഴിയിൽ നിന്ന് കൂടിയ 4-5 ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. അന്ന് ആനയൊക്കെ കണ്ടു. എന്തുണ്ടാവും മുമ്പിലൊന്നും അറിയില്ല. നേരെ പോവുകയാണ്. ഇന്നൊരു വൈകുന്നേരത്തോടു കൂടി മൂന്നാറെത്തും. മൂന്നാർ PWDയുടെ റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 600 രൂപ. റൂം എങ്ങനെയുണ്ടെന്ന് അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാം. ഒരിക്കലെങ്കിലും പോകേണ്ട റൂട്ടാണ് കേട്ടോ. എന്താ ഇവിടെ കാണാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാടിന് നടുവിലൂടെയുള്ള ഈ യാത്ര കാണുന്നവൻ്റെ കണ്ണിലാണ് കാഴ്ചയെന്ന് പറയുന്ന പോലെ എനിക്കുള്ള അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക്. ഒരിക്കലെങ്കിലും ഇതിലെ യാത്ര ചെയ്യുക. പറ്റുമെങ്കിൽ ബൈക്കിൽ പറ്റിയില്ലെങ്കിൽ കാറിൽ വരിക. ബൈക്ക് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 240-180 ഡിഗ്രി വ്യൂ നമ്മൾ കണ്ടിട്ടാണ് പോകുന്നത്. കാറിലും ബസ്സിലൊന്നും വന്നു കഴിഞ്ഞാൽ ആ വ്യൂ കിട്ടില്ല. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് ബൈക്ക് എന്ന് പറയണത്. അല്ലാതെ എനിക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. കാർ ഓടിക്കാൻ അറിഞ്ഞുകൂടാ. കാടിൻ്റെ വന്യത എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇതിലും മനോഹരമായ റൈഡേഴ്സിന് പ്രിയപ്പെട്ട വേറൊരു റൂട്ടുണ്ട്. അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ, അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ. ഏതാണ് ഏറ്റവും മനോഹരം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും അതിരപ്പള്ളി റൂട്ട് തന്നെ. അത് ഇതിലും വന്യമായ കാടാണ്. പക്ഷെ ഇതിൻ്റെ അത്രയും പേടി തോന്നില്ല. കാരണം എപ്പോഴും വണ്ടികൾ ആ റോഡിലുണ്ട്. വണ്ടി ഇടയ്ക്ക് നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ട് നിന്നപ്പോഴാണ് ഇവിടെ ജീപ്പ് കഴുകണ ലൂക്കാച്ചൻ ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളി മറ്റേ കാടിനുള്ളിലേക്ക് സഫാരി കൊണ്ടുപോകുന്ന കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സഫാരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ ഇത് ക്യാമറയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് ചെറിയ മഴയുടെ ശല്യം, നോയ്സൊക്കെ ഉണ്ടാവും. സഹിക്കുക, ക്ഷമിക്കുക. സ്ഥലമാണ്. മറ്റേ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് അച്ചടി ഭാഷ കയറി വരുന്നുണ്ട്. ഇതൊരു സുഖമായിട്ട് എനിക്ക് തോന്നണില്ല. ഇനി അത് മതിയെങ്കിൽ പറയുക, അങ്ങനെ ചെയ്യുക. ഇത് വായിൽ വന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുകയാണ്. അപ്പം ശരി, ഇനി മൂന്നാർ എത്തിയിട്ട് കാണാം. ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ മൂന്നാറിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതുവരേക്കും
ஜெய் ஹிந்த். மறந்து போவதுதான் முறையா? நினைக்காத நேரம் இல்லை காதல் ரதி. உன் பேரை சொன்னால் போதும் இன்று வழியிடும் காதல் நதியே. என் சுவாசம் உன் மூச்சு, உன் வார்த்தையின் பேச்சு. 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா. மலர்களே மலர்களே இது என்ன கனவா? மலைகளே மலைகளே இது என்ன நினைவா? உருகியதே எனதுள்ளம், பெருகியதே